ഫ്രീലാൻസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ഫ്രീലാൻസിംഗിൽ മെയിനായിട്ട് പറഞ്ഞാൽ സക്സസ്ഫുൾ എങ്ങനെ ആവണം, അതായത് അതെ 95യുടെ 95 എന്നൊരു ഫ്രീഡം ഫ്രീഡം കിട്ടും കിട്ടാന്നാണ്. എന്നുള്ളൊരു സംഭവത്തിലാണ് ഈ ഫ്രീലാൻസിങ്ങിലോട്ട് എല്ലാവരും വരുന്നത്. അതെ, അങ്ങനെയാണ് ഗ്ലോറിഫൈ ചെയ്യണം. അതെ, ആ പക്ഷെ അതിന്റെ യഥാർത്ഥം എന്ന് പറയുന്നത് 95നേക്കാളും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും ഇതിൽ. എന്നാൽ ഏറെക്കുറെ എല്ലാം ഹൈ ടിക്കറ്റ് ആണ്. കാരണം ഓക്കെ, ആ, അതെ, ക്ലൈന്റ് എല്ലാം വന്നിട്ട് നമ്മുടെ എന്താ USA, കാനഡ, അതെ. ഓസ്ട്രേലിയ അങ്ങനെയുള്ള ക്ലൈൻസ് ആണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കുറേ വീഡിയോസിൽ സംസാരിക്കുന്നത് പതുക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സ് ഒക്കെ വരും. ആ ഒന്ന് വാ തുറന്ന് സംസാരിക്കണം. ലൈക്ക് എവിടെ നിന്ന് ആദ്യത്തെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് വർക്ക് ഞാൻ വാട്സപ്പിൽ നിന്നാണ് ഒപ്പിച്ചത്. എങ്ങനെയാ വാട്സപ്പ് സ്റ്റാറ്റസ് നിന്ന്. വാട്സപ്പ് സ്റ്റാറ്റസിന്നോ? അതെ, ആ ഞാൻ എൻ്റെ ഒരു വർക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക ചെയ്തത്. 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ആ ഒന്ന് ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ആ സ്കിൽഡ് ആൾക്കാരും. ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് കുഴപ്പമില്ല, അവർക്ക് ഇത് ഏതെങ്കിലും സ്കിൽ അക്വയർ ചെയ്തിട്ട് അപ്പോഴേ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രശ്നമില്ല. ലോ ടിക്കറ്റ് ക്ലയൻസിന്റെ അടുത്ത് നിന്ന് മാറി ഹൈ ടിക്കറ്റിലേക്ക് പോകണമെന്നാ. അപ്പൊ അതിന് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ആദ്യത്തെ വീഡിയോ ഫെയിലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാനത് പോസ്റ്റ് ചെയ്തു. അതാണ് അക്കൗണ്ടിൽ കിടക്കുന്ന മറ്റേ വീഡിയോ, അതെ, അതെ, അന്ന് അതെ, കാണിച്ചിരുന്ന അതെ, വീഡിയോ. വീഡിയോസ് കാണുമ്പോൾ ഇങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്യുന്നത്. അതെ, നമ്മൾ എത്രത്തോളം കോൾഡ് പിച്ച് ചെയ്താലും കിട്ടുന്നതിനേക്കാളും റിസൾട്ട് കിട്ടും. നമുക്ക് പേഴ്സണൽ ബ്രാൻഡിങ്ങിന് കിട്ടും. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ചിലപ്പോ അവര് വർക്ക് അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ടാവും. അതെ, അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. അത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ കുറച്ചധികം ഇഷ്യൂസ് വരും. കാരണം ഈ പറഞ്ഞ മീറ്റിംഗ്സും കാര്യങ്ങളും അവിടെ ഇരിക്കാൻ പറയുന്ന സമയം നമ്മൾ ഏർലി മോർണിംഗ്സ് ഒക്കെ ഇരിക്കും. അതെ, നമ്മളിപ്പം 4 മണി, ചിലപ്പോൾ 3:30, 4 ആ സമയത്തൊക്കെ ഇരുന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ട അവസ്ഥകളൊക്കെ വരും. അങ്ങനെ വന്നിട്ടുണ്ട്. സംഭവം ഫൈവറിൽ എല്ലാവരും അക്കൗണ്ട് ഉണ്ടാക്കും. ആ നാളെ തൊട്ട് എനിക്ക് വർക്ക് വർക്ക് വരുമെന്ന് വിചാരിച്ചിട്ട് വരില്ല. വരത്തില്ല. എന്നിട്ട് പിന്നെ ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ പോകും. അത് ഈ ഒരു വീഡിയോ കാണുന്ന ആരായാലും അതെ, നിങ്ങളൊരു ഫ്രീലാൻസിങ്ങിലായിട്ട് കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഡോക്യുമെന്റ് ചെയ്യാം. പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് വന്നിട്ട് ഫുൾ ഫ്രീലാൻസിങ്ങിനെ പറ്റിയാണ്. അതെ, അതെ, അതായത് ഫ്രീലാൻസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ഫ്രീലാൻസിങ്ങിൽ മെയിനായിട്ട് പറഞ്ഞാൽ സക്സസ്ഫുൾ എങ്ങനെ ആവണം, അതെ. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത്. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, നമുക്കത് എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണം, സ്കെയിൽ ചെയ്യണം. പിന്നെ ഏറെക്കുറെ ആൾക്കാരും ഈ പറഞ്ഞ എങ്ങനെ ബിസിനസ്സിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നുള്ളത്. അതായത് ആ ടീം ബിൽഡിംഗ് പ്രോസസ്സ്. അതെ, അതെ, അതെ. അപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യണേ. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ഇതിപ്പോൾ കാണുന്ന ഒരാൾ ഒരു രീതിയിലും ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇവർക്ക് ഫ്രീലാൻസിങ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാ ഏറ്റവും ഫസ്റ്റ് ഒരു ഐഡിയ കൊടുക്കണം, എങ്ങനെ തുടങ്ങും, അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങും? ഫ്രീലാൻസിങ് ആക്ച്വലി ഒരു മിത്തുള്ളത് ഇതൊരു ഫ്രീഡം, അതായത് 95യുടെ 95 എന്നൊരു ഫ്രീഡം കിട്ടും എന്നുള്ളൊരു സംഭവത്തിലാണ് ഈ ഫ്രീലാൻസിങ്ങിലോട്ട് എല്ലാവരും വരുന്നത്. അതെ, അങ്ങനെയാണ് ഗ്ലോറിഫൈ ചെയ്യണം. അതെ, പക്ഷെ അതിന്റെ യഥാർത്ഥം എന്ന് പറയുന്നത് 95നേക്കാളും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും ഇതിൽ. ഒരു 24 hour ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതെ ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. ആക്ച്വലി വേണ്ടത് പങ്ക്ച്വാലിറ്റിയാണ്, ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻ. ഡിസിപ്ലിൻ കൊണ്ടുവന്നാൽ തന്നെ നമുക്കൊരു കറക്റ്റ് വേയിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കൃഷ്ണാസിന്റെ തന്നെ ഒരു ജേണിയിൽ എന്തൊക്കെയായിരുന്നു? അതന്നെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ആദ്യം പറഞ്ഞ പോലെ 95 ഒക്കെ ക്വിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇതിന്റെ വിചാരിക്കണേ ഭയങ്കര ഫ്രീഡം കിട്ടി, സാധനം കിട്ടി. പക്ഷെ നമ്മൾ പിന്നെ ആലോചിക്കുമ്പോൾ ഇതിന്റെ ഏർണിംഗ് പൊട്ടൻഷ്യൽ ഭയങ്കര ഹൈയാ. പക്ഷെ അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ ടൈം ആദ്യം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. ഡിസിപ്ലിൻ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ എന്തെങ്കിലും ലൈക്ക് അസംബ്രോ യൂസ് ചെയ്യുന്ന ടൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റം എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ നമുക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ കുറേ ടൂളുകളൊക്കെ ഉണ്ട്. നമുക്ക് ആണെങ്കിൽ പ്രൊജക്ട് മാനേജ്മെന്റിന് അസാന യൂസ് ചെയ്യാം, നോഷൻ യൂസ് ചെയ്യാം, ഗൂഗിൾ ഷീറ്റ് തന്നെ. നോഷൻ ഇപ്പം അധികം പേര് ലൈക്ക് ഞാൻ കുറച്ചുപേരോട് നോഷനെ പറ്റി പറഞ്ഞപ്പോഴും അറിയില്ല കുറേ പേർക്ക്. അതെ, ഞാൻ ചുമ്മാ ഇപ്പോൾ സ്റ്റോറിയൊക്കെ നമ്മൾ ഇടൂലേ, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുമ്പോഴും ആൾക്കാർ വന്നിട്ട് ഇത് ഏതാ പ്ലാറ്റ്ഫോം, അതെ, അങ്ങനെ. അതായത് നോഷൻ അസാനയൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൊജക്ട് മാനേജ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. പിന്നെ ഗൂഗിൾ ഷീറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു ഗൂഗിളിന്റെ തന്നെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാൻ, ടു ഡു ലിസ്റ്റ് ആയാലും മതി നമുക്ക്. ഇത് സത്യം പറഞ്ഞ് ഇതിന്റെയൊക്കെ പെയ്ഡ് എടുക്കണമെന്ന് ലൈക്ക് നിർബന്ധമുണ്ടോ? ഫ്രീ ആയിട്ട് യൂസ് ചെയ്താൽ മതി. ഫ്രീ ആയിട്ട് യൂസ് ഏതെങ്കിലും ടീം സൈസ് കഴിയുമ്പോഴാണ് ഇതിന്റെയൊക്കെ പെയ്ഡ് ഒക്കെ എടുക്കേണ്ടത്? കാരണം എടുക്കേണ്ടതാണ് സ്കെയിൽ ചെയ്യുമ്പോഴാണ്. കാരണം ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ആകെ നോഷനൊക്കെ യൂസ് ചെയ്യുന്നത് എല്ലാം ഫ്രീയാ. പക്ഷെ ഇതിന്റെ ഒരു
ലിമിറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും പെയ്ഡിലോട്ട് പെയ്ഡിലേക്ക് മാറ്റേണ്ടി കൺവേർട്ട് ചെയ്യണം. അതിപ്പോൾ നമുക്ക് എന്തായാലും ആ ടൈമിൽ നമുക്ക് ഫ്രീഡം ഉണ്ടാവും പെയ്ഡിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എന്തായാലും ആ ഒരു അത്ര വർക്ക് വരുമ്പോൾ വർക്ക് ഉണ്ടാവും, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതലും വർക്ക് ഈസി ആക്കാനുള്ള പ്രോസസ്സേ നോക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു എമൗണ്ട് ഒന്നും പെയ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു എമൗണ്ടേ ആയിരിക്കില്ല. ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്കൊരു ഫ്രീ മതി. നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഡാറ്റ കീപ്പ് ചെയ്യാനും ഫ്രീ വെർഷൻ തന്നെ എനഫാണ്. ബ്രോ ലൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫ്രീലാൻസിങ് ഒക്കെ ചെയ്യുന്ന സമയത്തായാലും ഫസ്റ്റ് വർക്ക് ആദ്യത്തെ വർക്ക് ലൈക്ക് എവിടെ നിന്ന് ആദ്യത്തെ വർക്ക് കിട്ടി? അല്ലെങ്കിൽ ഫസ്റ്റ് വർക്ക് ഞാൻ വാട്സാപ്പിൽ നിന്നാണ് ഒപ്പിച്ചത്. വാട്സാപ്പ് സ്റ്റാറ്റസിൽ നിന്ന്. വാട്സാപ്പ് സ്റ്റാറ്റസിന്നോ? അതെ, ഞാൻ എൻ്റെ ഒരു വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടുക ചെയ്തത്. അതിന്ന് എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഒരാൾ കണ്ട് മെസ്സേജ് അയച്ചിട്ട് ഫസ്റ്റ് വർക്ക് എനിക്ക് കിട്ടിയത് വാട്സാപ്പ് സ്റ്റാറ്റസ്. അതിൽ നിന്ന് കിട്ടിയ റവന്യൂ വെച്ചിട്ടാണ് ഞാൻ പിന്നെ പെയ്ഡ് ആഡ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, ഇത് കുറെ പേര് ചിലപ്പോ വലിയ നമ്മൾ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ നമ്മൾ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നാട്ടുകാർ അറിഞ്ഞാലല്ലേ നമുക്ക് വർക്ക് കിട്ടത്തുള്ളൂ. അത് നമ്മുടെ അറിയണ്ടേ. ഏറ്റവും ക്ലോസ് സർക്കിള് ആദ്യം സാധനം അറിയിപ്പിച്ചിട്ട് വേണം പുറത്തേക്ക് വർക്ക് അന്വേഷിച്ചു പോകാൻ. നമ്മൾ ഫ്രീലാൻസിങ് ഇനിയുള്ള കാലങ്ങളിൽ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് കൂടെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഫ്രീലാൻസിങ്ങിൽ സക്സസ് ആകാൻ പറ്റത്തുള്ളൂ. ഒരു നോർമൽ ഫ്രീലാൻസർ. അതെ അതെ അതെ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കാരണം പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ഈ അടുത്തൊക്കെ അല്ലേ? അതെ 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 അതെ. അതിനുശേഷം പേടിയായിരുന്നു വീഡിയോ വരുന്നത്, അതൊക്കെ വീഡിയോ സംസാരിക്കുന്നത് ശരിയാവോ. ആദ്യത്തെ വീഡിയോ ഫെയിൽ ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഞാനത് പോസ്റ്റ് ചെയ്തു. അതാണ് അക്കൗണ്ടിൽ കിടക്കുന്ന മറ്റേ വീഡിയോ. അത് കളിയാക്കലേ കിട്ടും, മൈൻഡ് ചെയ്യരുത്. പക്ഷെ അതിനുശേഷം വന്ന ഡിഫറൻസ് എന്താ? കാരണം ആ അന്നത്തെ അത് ഇട്ടു, ഈ മൂന്നാമത്തെ വീഡിയോ ഇട്ട് ഇമ്പ്രൂവ്മെന്റ് വന്നു. അത് കാരണം പിന്നെ ചേഞ്ചസ് ഞാൻ ചെയ്ത് ഇപ്പൊ ശരിയായി വരുന്നുണ്ട്. എനിക്ക് ആദ്യത്തെ കുറെ വീഡിയോസിൽ ഞാൻ സംസാരിക്കുന്നത് പതുക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഒക്കെ ഒന്ന് വാതർന്ന് സംസാരിക്കണം അങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളത് ഇമ്പ്രൂവ് ചെയ്ത് സെറ്റ് ആവും, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് കേടി തന്നെ ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു ജേണി ഡോക്യുമെന്റ് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് പറയാം. ജേണി ഡോക്യുമെന്റ് ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും നേരത്തെ ഒരു പോയിന്റ് അസംബർ പറഞ്ഞല്ലോ, അതായത് ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും നോർമൽ ഫ്രീലാൻസർ ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ആ പേഴ്സണൽ ബ്രാൻഡ് ഉള്ള ഒരു ക്രിയേറ്റർ ആവാം. ആ ക്രിയേറ്റർ ആയിരിക്കുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സർഫസ്, അത് നമ്മുടെ ആരായിരുന്നു പറഞ്ഞേ, നമ്മുടെ ഷാദ്. എനിക്ക് ഞാൻ പേഴ്സണൽ ബ്രാൻഡ് കണ്ടുകൊണ്ടിരുന്നത് എന്താ പറയാ വർക്ക്സ് കൂട്ടാനായിട്ടുള്ള ആദ്യത്തെ ഒരു ലൈക്ക് എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു സ്ട്രാറ്റജി പോലെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, എന്നാലും എനിക്ക് പറഞ്ഞാൽ വർക്ക്സിന്റെ കേസിൽ കുറച്ചും കൂടി ആൾക്കാർ അറിയുള്ളൂ. അതിന് ഈ പറഞ്ഞ ഒരു സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യണം. ഇത് ഞാൻ ആ ഏരിയ ലൈക്ക് അത് ഞാൻ പിന്നെ ശ്രദ്ധിച്ചു, കാരണം ഇത് അറിയാതെയും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഞാൻ ചെയ്യുന്നത് ഇത് തന്നെയാണെന്ന് അറിഞ്ഞത് നമ്മുടെ ഷാദ്, നമ്മുടെ ഡോട്ടിലെ ഷാദ് ഇപ്പൊ സൈലത്തിലേക്ക് ലിങ്ക്ഡിന്റെ മീറ്റപ്പിനാണ് ഷാദിനെ പരിചയമാണ്. ഓക്കെ, അവര് പുള്ളി എന്നൊരു AI ടൂള് ബിൽഡ് ചെയ്തിട്ട് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു, ലിങ്ക്ഡിനെ ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ. ഇപ്പൊ കറന്റ്ലി സൈലത്തിലേക്കാണ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവന്റെ അടുത്ത് നിന്നാണ് ആ ഒരു സാധനം ഞാൻ ശ്രദ്ധിച്ചത്. സർഫസ് ലെവൽ ഏരിയ ലൈക്ക് അത് കുറച്ചും കൂടി ഇൻക്രീസ് ആവും, കാരണം അതുവരെ നമുക്ക് അറിയുന്ന ആൾക്കാർ നമ്മുടെ ഈ പറഞ്ഞ ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കും. എന്നിട്ട് അതിനുശേഷം നമ്മൾ പിന്നെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ സമയത്ത് നമ്മുടെ ഏരിയ കുറച്ചുകൂടി ഇൻക്രീസ് ആയി. അതെ, അപ്പോൾ വളരെ വലിയ ഡിഫറൻസ് ആവുന്നത്. കാരണം എനിക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ വലിയ വലിയ ബ്രാൻഡ്സ്, എനിക്ക് ഇവരുടെ ഒന്നും ഒരു എൻ്റെ നെറ്റ്വർക്കിലും ലൈക്ക് ഇവരറിയില്ല. എനിക്ക് ഡയറക്റ്റ്ലി പോയിട്ട് ഒരു മീറ്റിംഗ് സെറ്റാക്കി നോക്കിയാലും ചിലപ്പോൾ കിട്ടൂല. അങ്ങനെയുള്ളവരാണ് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഇങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്യുന്നത്. അതെ, നമ്മൾ എത്രത്തോളം കോൾഡ് പിച്ച് ചെയ്താലും റിസൾട്ട് കിട്ടും നമുക്ക് പേഴ്സണൽ ബ്രാൻഡിങ്ങിന് കിട്ടും. അതും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കണ്ടത് നമ്മുടെ എന്തോ സ്കിൽസ് എന്നാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. പൊട്ടൻഷ്യൽ ആൾക്കാർക്ക് മനസ്സിലാവും. ഇവര് ഭയങ്കര നമ്മുടെ കോണ്ടന്റ് ചെയ്യുന്ന രീതിയായാലും ഇപ്പൊ നമ്മളുടെ പല സാധനങ്ങളും നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഇവര് ഈ കോണ്ടന്റിൽ നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ റീച്ച് ഔട്ട് ചെയ്യണം. അതായത് കുറെ അവരുടെ സൈഡിൽ നിന്ന് മീറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞിട്ടേക്കും നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുന്നത്. പക്ഷെ അത് കാരണം നമ്മൾ നോക്കാൻ നേരത്ത് ഈ പറഞ്ഞ ഒരു ദിവസം 100-200 പേരിരുന്ന് കോൾഡ് കോൾ ചെയ്താലും
ഒരിക്കലും ആ ഒരു റിസൾട്ട് കിട്ടൂല. അതുകൊണ്ട് പേഴ്സണൽ ബ്രാൻഡിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതാ. ലൈക്ക് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തപ്പോൾ അത്രയും വർക്ക്സിൻ്റെ ഒരു ഡിഫറൻസ് വന്നു. ഈ ഒരു വീഡിയോ കാണുന്ന ആരായാലും അതെ, നിങ്ങളൊരു ഫ്രീലാൻസിങ്ങിലായിട്ട് കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഡോക്യുമെന്റ് ചെയ്യുക. പേഴ്സണൽ ബ്രാൻഡ് അത് ബിൽഡ് ചെയ്യുക, ഡേ 1 തൊട്ട് ഡോക്യുമെന്റ് ചെയ്യുക. ഡോക്യുമെന്റ്. ഇപ്പം നിലവിൽ ചിലപ്പോൾ നിങ്ങൾ അതിനൊരു ഇത്ര റീച്ച് കിട്ടണമെന്നൊരു ഇല്ല അതൊന്നും മൈൽ സ്റ്റോൺ ഒന്നും വെക്കണമെന്നൊന്നുമില്ല. ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ ഇതിനൊരു റിസൾട്ട് എന്തായാലും വരും. അതിന്റെ എക്സാമ്പിൾ അല്ലേ ഇപ്പോൾ ട്രൂവയുടെ കേസിൽ നോക്കാൻ നേരത്ത് നമ്മുടെ റീച്ച് ഭയങ്കരമായിട്ട് നോക്കുന്നതിലും ഉള്ള റീച്ചിൽ ആ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. യൂട്യൂബിൽ തന്നെ 6000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളൂ. അത് 5 വർഷം കൊണ്ടായത്. പക്ഷെ അത് കാണുന്നതിന്ന് ഇത് കൺവേർട്ട് ആവുന്നുണ്ട്. അത് മതി നമുക്ക്. അതാണ് എല്ലാവരും റീച്ച് ചിലപ്പോൾ ചില വീഡിയോസ് 100 ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് കിട്ടുന്ന ടിക്കറ്റ് സൈസ് നമുക്ക് വലുത്. റൈറ്റ് ഓഡിയൻസിലേക്ക് കണ്ടന്റ് എത്തുക, അത്രേ ഉള്ളൂ. കാരണം ഇപ്പൊ നമുക്കൊരു 100K വ്യൂസ് കിട്ടി, പക്ഷെ നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു കാര്യമില്ല. സോ ആൾക്കാർ ചിന്തിക്കുന്ന അങ്ങനെയല്ല. എല്ലാവർക്കും ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രീലാൻസിങ് ആയാലും പേഴ്സണൽ ബ്രാൻഡ് ആയാലും നമ്മുടെ കോണ്ടന്റ് മാർക്കറ്റിംഗ് ആയാലും ആൾക്കാർ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ വ്യൂസിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ആൾക്കാരിലേക്ക് എത്തിയാലേ നമുക്ക് കാര്യമുള്ളൂ. നമുക്കൊരു വലിയ മില്യൺ വ്യൂസ് പോയിട്ടൊന്നും റിസൾട്ട് കിട്ടണമെന്നില്ല. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ആ ഒരു ആദ്യത്തെ ഒരു 100 വ്യൂ കിട്ടി, നമ്മളൊരു കോണ്ടന്റ്, ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളൊരു കോണ്ടന്റ് ഇട്ടു, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ 100 ആൾക്കാരായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരാൾ കാണുന്നത്. അത് പറയാൻ പറ്റില്ല ആരാ കോണ്ടന്റ് കാണുന്നത്, ഏത് ലെവലാണ് എഫക്ട് ചെയ്യാൻ പോണത്, ഇമ്പാക്ട് ഉണ്ടാകാൻ പോണത്. ചിലപ്പോൾ നമ്മൾ കുഴപ്പിച്ച് ചെയ്താൽ നമുക്കത് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഡിസിഷൻ എടുക്കാൻ ഈസി ആയിരിക്കും. നമ്മളെക്കുറിച്ച് ഒന്നും അറിയാതെ ഒരാൾ നമുക്കൊരു പേയ്മെന്റ് തരണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഈ പേഴ്സണൽ ബ്രാൻഡിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറെക്കുറെ ആൾക്കാർക്കും എന്നാണ് എപ്പോഴാണ് ഫ്രീലാൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊരു ഒരു വലിയ സംശയമുണ്ട്. അപ്പൊ അതിനൊരു കറക്റ്റ് ആയിട്ട് ഒരു ഏജ് ഉണ്ടോ? 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരും സ്കിൽഡ് ആൾക്കാരും. ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് കുഴപ്പമില്ല, അവർക്ക് ഇത് ഏതെങ്കിലും സ്കിൽ അക്വയർ ചെയ്തിട്ട് അപ്പോഴേ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രശ്നമില്ല. പക്ഷെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 3 ഇയർ എങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് പോർട്ട്ഫോളിയോ ഒന്ന് ബിൽഡ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊരു ക്ലയൻറ്റ് പ്രൊജക്റ്റ് എടുക്കാവുന്നൊരു കോൺഫിഡൻസ് ആയിട്ട് ഫ്രീലാൻസിങ്ങിലോട്ട് മാറുന്നതായിരിക്കും ബെറ്റർ. ഈ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബിസിനസ്സിലേക്കുള്ളൊരു വാതിലും കൂടെയാണ്. സത്യം. നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫ്രീലാൻസിങ് ചെയ്ത് അതിനെക്കുറിച്ച് അതിൻ്റെ ചലഞ്ചസ് ഒക്കെ പഠിച്ചിട്ട് ബിസിനസ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് ഈസിയാണ് സ്കെയിൽ ചെയ്യാനായിട്ട്, ഭീകരമായിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും. കാരണം ആദ്യം എല്ലാം നമ്മൾ തന്നെ ആയിരിക്കും ഡീൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പറ്റാണ്ടാവുമ്പോ കുറച്ച് ടീമിന് അടുത്ത ചെറിയ ചെറിയ ടാസ്കുകൾ അടുത്ത ഫ്രീലാൻസറിന് കൊടുക്കുക. ഫ്രീലാൻസറിന് കൊടുക്കുന്ന ആ പേ ഔട്ട് കറക്റ്റ് ഒരു സാലറി വേയിലേക്ക് നമ്മൾ സ്റ്റേബിൾ ആകുമ്പോൾ ഒരാളെ ഹയർ ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്ത് തന്നിട്ടുള്ളത്. എന്തായാലും ഒരു സിസ്റ്റം പ്രോസസ്സും ബിൽഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിലൊന്നും എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ചെയ്തു വന്ന സാധനങ്ങൾ ഇങ്ങനെ ഡെലഗേറ്റ് ചെയ്ത് പോയാൽ മാത്രം മതി. അപ്പോൾ ഒരു സിസ്റ്റം പ്രോസസ്സും ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ് സ്കെയിൽ ചെയ്യാനായിട്ട്. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാൽ ഇതിൽ കുറേ അധികം ചാലഞ്ചസ് ഉണ്ടാവില്ലേ? നോർമലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഫേസ് ചെയ്യുന്നത്? ഒന്ന് പ്രൊജക്റ്റ് കിട്ടാതിരിക്കുക, പിന്നെ ലോ പേയ്മെന്റ് ക്ലയൻസ്, പിന്നെ പേയ്മെന്റ് കിട്ടാതിരിക്കുക ക്ലയൻസിൻ്റെ, ബാർഗെയിൻ ചെയ്യുന്ന ക്ലയൻസ് ഉണ്ട്. അതെ, അത് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഒരു വർക്കിൻ്റെ വാല്യൂ നമ്മൾ ബിൽഡ് ചെയ്യുക. നമ്മുടെ വർക്കിന് ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അതിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് നമ്മൾ സെൽഫായിട്ട് തന്നെ. അങ്ങനത്തെ ക്ലയൻസ് വരാൻ നേരത്തെ നമ്മൾ ഇത് എങ്ങനെ ഫേസ് ചെയ്യേണ്ട? ഒരു ക്ലയന്റ് വന്നിട്ട് ഭയങ്കര അണ്ടർ വാല്യൂ ആയിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുക, നിങ്ങളുടെ ഇപ്പുറത്തെ ക്ലയന്റ് അല്ല ഇപ്പുറത്തെ ടീമിന് ഇത്ര എമൗണ്ട് ഒക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന്റെ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ പറയാന്നുള്ളതാണ്. നമ്മൾ അതിന്റെ ഇമ്പാക്റ്റിന് അല്ലേ നമ്മൾ പേയ്മെന്റ് വാങ്ങുന്നത്. ചുമ്മാ എന്തെങ്കിലും ഒരു സാധനം ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും കിട്ടുന്നതിന് അതിന്റെ റിസൾട്ട് പറയുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുക. റിസൾട്ട് ഉണ്ടോ ഇല്ലയോ നമ്മൾ തിങ്ക് ചെയ്തിട്ട് ആ പ്രൊജക്ട് ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഹൈ ടിക്കറ്റ് ക്ലയന്റിനെ കൺവേർട്ട് ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഒരാൾ വന്നിട്ട് ഇപ്പം നമ്മളോട് ഭയങ്കര ചീപ്പായിട്ടൊക്കെ ലെവൽ ബാർഗെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ റിസൾട്ട് വെച്ച് നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് വെച്ച് ഷോ കേസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക.
എന്നിട്ട് അതിന്റെ നിങ്ങൾക്ക് ഇത്ര റിസൾട്ട് കിട്ടും, ആ റിസൾട്ടിനുള്ള പേയ്മെന്റ് ആണ് ഇതെന്നുള്ള രീതിയിൽ അതെ പറയാ. അവർക്കത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പേ ചെയ്യുന്നതിന് പേ ഒരു ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബുദ്ധിമുട്ടുണ്ടാവുക. എല്ലാവരും ഗ്രോത്ത് ആണ് നോക്കുന്നത്, എല്ലാവർക്കും പേയ്മെന്റ് ആണ് വേണ്ടത്. അതാ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതായത് ആൾക്കാര് സെല് ചെയ്യുന്നത് എന്തോ അവരുടെ ഫീച്ചേഴ്സാ, എന്നാൽ ശരിക്കും സെല് ചെയ്യേണ്ട റിസൾട്ട്സാ. റിസൾട്ട്സ് ആണ്. അതെ, ആൾക്കാർ അവര് ഞങ്ങൾ ബെസ്റ്റ് ആണ്. എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രീലാൻസ് ചെയ്യുന്നതും പൈസക്ക് വേണ്ടിയിട്ടാണ്. അവര് നമുക്ക് പ്രൊജക്ട് തരുന്നത് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ റിസൾട്ട് കാണിച്ചു കൊടുക്കുക, റിസൾട്ട് കാണിക്കുക, അവർക്ക് ഇത് ചെയ്താൽ റിസൾട്ട് കിട്ടും. ഓക്കെ ഓക്കെ. അതിന്റെ അപ്പൊ അതായിട്ട് തന്നെ റിലേറ്റ് ചെയ്ത് നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ ലോ ടിക്കറ്റ് എന്നുള്ളതേ നമുക്ക് ഒഴിവാക്കാം. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ടിക്കറ്റ് ക്ലയൻസിന്റെ അടുത്ത് നിന്ന് മാറി ഹൈ ടിക്കറ്റിലേക്ക് പോകണമെന്നാ. അപ്പൊ അതിന് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ഈ ലോ ടിക്കറ്റ് ഹൈ ടിക്കറ്റിൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ക്ലയൻറ്റ് തന്നെയാണോ എന്ന് ചെക്കപ്പ്. പൈസ സെക്കൻഡറി ആണ്, നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന ക്ലയൻറ്റ് തന്നെയാണോ എന്ന് ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത് നോക്കുക. റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. നമുക്കിപ്പോൾ ആദ്യം ഇനിഷ്യലി ലോ ടിക്കറ്റിൽ ഓൺ ബോർഡ് ചെയ്താലും നമ്മൾ റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് അവരുടെ അടുത്ത് പേയ്മെൻറ്റ് കൂട്ടി ചോദിക്കാൻ പറ്റും അടുത്ത പ്രൊജക്റ്റിന്. അല്ലെങ്കിൽ നമുക്ക് ആ റിസൾട്ട് വെച്ചിട്ട് തന്നെ ബാക്കി ക്ലയൻസിനായാലും ഫസ്റ്റ് പ്രോജക്റ്റ് ഈ എമൗണ്ടിനെ ചെയ്തു തരും. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പ്രോജക്റ്റിന് ഇതായിരിക്കും എൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് സൈസ് കൂട്ടി കൊണ്ടുപോകാൻ പറ്റും. KD ഫൈവറിന്ന് ഫ്രീലാൻസിങ് ക്ലയൻറ്റിനെ ഓൺബോർഡ് ചെയ്യുന്നതല്ലേ, എങ്ങനെ ഹൈ ടിക്കറ്റ് ക്ലയൻറ്റിനെ അതിൻ്റെ സോൾവ് ചെയ്യുന്നത്? ഫൈവറിന്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ഹൈ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എല്ലാം ഹൈ ടിക്കറ്റ് ആണ്. കാരണം ക്ലയന്റ് എല്ലാം വന്നിട്ട് നമ്മുടെ എന്താ USA, കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള ക്ലയൻസ് ആണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ത്യൻ ക്ലയൻസിനെ കണ്ട് ശീലിച്ചുകൊണ്ട് എൻ്റെ വിചാരം എല്ലാ ക്ലയൻസും വന്നിട്ട് ബാർഗെയിൻ ചെയ്യുന്ന ക്ലയൻസ് ആണെന്നായിരുന്നു. പക്ഷെ ഇവര് നേരെ ലൈക്ക് നമ്മളൊരു പ്രൈസിൽ ഇടും. ഫൈവറിലാകുമ്പോൾ ഒരു $15 $20 എന്ന് പറഞ്ഞിട്ട് ഒരു സർവീസിനോട് പേയ്മെന്റ് ഇടും. ഇത് ക്ലോസ് ആവാൻ നേരത്ത് ക്ലയന്റ് വന്നിട്ട് നമുക്ക് പേയ്മെന്റ് തരുന്ന സമയത്ത് എക്സ്ട്രാ $5 ടിപ്പ് വരും. അടിപൊളി. അപ്പൊ നമ്മൾ വന്നിട്ട് അതെങ്ങനെ പറഞ്ഞ നമ്മൾ സാധനം ചെയ്തവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവർ പേയ്മെന്റിന് ടിപ്പ് വരും. കാരണം എന്നിട്ട് ഞാൻ പിന്നെ ചോദിക്കാൻ തുടങ്ങി, ലൈക്ക് ടിപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇവരോട് ഒരു കണക്ഷൻ കിട്ടും നമുക്ക്. കാരണം ഇവര് നമുക്ക് ഡയറക്റ്റ് സംസാരമാണല്ലോ. അപ്പൊ ഞാൻ പിന്നീട് ചോദിക്കും ലൈക്ക് എന്തുകൊണ്ടാണ് ടിപ്പൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ വിചാരിച്ച് അവർക്ക് സർവീസ് ഇഷ്ടപ്പെട്ടു ഒന്നാമത്തെ കേസ്. പിന്നെന്ന് വെച്ചാൽ അവർ പറയും ഇത് കമ്പാരിറ്റീവ്ലി ഞങ്ങൾക്ക് ചീപ്പറാണ്. ലൈക്ക് അവരുടെ അവിടെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചീപ്പാണ്. എന്നിട്ട് ഞാൻ ചോദിക്കും അവിടുത്തെ റേറ്റ് എങ്ങനെയാ, അപ്പൊ അവര് ഭയങ്കര റേറ്റും പറയും. നിസ്സാര കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഭയങ്കര റേറ്റുമാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ലൈക്ക് ഓക്കെ ഫൈവർ വലിയൊരു ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു എന്താ പറയാ പ്ലാറ്റ്ഫോമാണ്. അന്ന് ആരും ശ്രദ്ധിച്ചിട്ടില്ല. ലൈക്ക് എനിക്ക് തോന്നില്ല മലയാളികൾക്ക് ഏറെക്കുറെ പേർക്കും, അതായത് കോവിഡ് മുമ്പ് സംഭവം ഫൈവറിൽ എല്ലാവരും അക്കൗണ്ട് ഉണ്ടാക്കും. നാളെ തൊട്ട് എനിക്ക് വർക്ക് വരും വിചാരിച്ചിട്ട് വരത്തില്ല. എന്നിട്ട് പിന്നെ ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ പോകും. അതാണ് ഫ്രീലാൻസർ ആയാലും ഏറെക്കുറെ എല്ലാത്തിലും പ്രൊഫൈൽ ഉണ്ടാവും. അതെ, സ്ട്രാറ്റജീസിനെ കുറിച്ച് അവർക്ക് എങ്ങനെയാണ് അതിനകത്ത് വർക്ക് നല്ല രീതിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, കുറെ ഉണ്ട്. അത് എങ്ങനെ വർക്ക് പിടിക്കണമെന്നുള്ളതിന്റെ പുറകെ പോകത്തില്ല. ഇതെങ്ങനെ ഇത് ഒപ്റ്റിമൈസ് ചെയ്യണമെന്നുള്ളത് അൽഗോരിതം ക്രാക്ക് ചെയ്യാൻ നിൽക്കത്തില്ലത്. അതെ അതെ, മെയിനായിട്ടല്ല എല്ലാവരുടെയും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ആഡ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ആൾക്കാർ വേണമെങ്കിൽ ഇവർ ഡയറക്റ്റ് അങ്ങ് അപ്രോച്ച് ചെയ്യുന്ന. പക്ഷെ ആഡിൻ്റെ ഒരു രീതി അങ്ങനെ ഇടണം. ലൈക്ക് ഈ പറഞ്ഞ കറക്റ്റ് ടൈറ്റിൽ ഇടണം, തംബ്നെയിൽ ഇടണം, അതിന് കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്താലേ ഈ പറഞ്ഞ SEO എല്ലാം വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത് അറിയാത്തോണ്ടാ. ഇത് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ വീഡിയോ ചെയ്തില്ലായിരുന്നു ഫൈവറിന്റെ വീഡിയോ, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്ലേലിസ്റ്റ് ഇപ്പോൾ ആ പ്ലേലിസ്റ്റ് നമ്മൾ ഇറക്കാൻ തന്നെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇല്ല ആൾക്കാർക്ക്. അതായത് ഫ്രീലാൻസിങ്ങിനെ പറ്റി ഇപ്പൊ കേരളത്തിൽ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാന്നല്ലാതെ ഫൈവറിൽ കൂടെ നമുക്ക് ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഫൈവറിൽ നിന്ന് ഈ പറഞ്ഞ അത്യാവശ്യം നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നീട് നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ആൾക്കാരോട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാതെ ഇങ്ങോട്ട് ഇന്റർനാഷണൽ ക്ലയൻസ് അപ്രോച്ച് ചെയ്ത് വരുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ആണ് എന്നുള്ളത് അറിയില്ല. അതെ. സോ നമ്മുടെ പ്ലേലിസ്റ്റിൽ എന്താ നമ്മളിപ്പോൾ ചെയ്തെന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, ഈ പറഞ്ഞാൽ ആദ്യത്തെ ഗിഗ് എങ്ങനെ ഇടാം, ഗിഗ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം, ആദ്യത്തെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കറക്റ്റായിട്ട് ഡീൽ ചെയ്യണം, ഇത്രയും കാര്യം നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രീ ആയിട്ട് ഇവിടെ നമുക്ക് താഴെ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ
ഏറെക്കുറെ ആൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓർഡർ ഇല്ല എന്നുള്ള സിറ്റുവേഷൻ വരില്ല. അതിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് മൊബൈൽ വെച്ചിട്ട് ചെയ്യാൻ മൊബൈൽ പറ്റുമോ, വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇംഗ്ലീഷ് അറിയണോ? ഇംഗ്ലീഷ് അറിയണം. ഫൈവർ ആകുമ്പോൾ എന്തായാലും ഇംഗ്ലീഷ് അറിയണം. അല്ല, നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ക്ലയൻസ് ആയതുകൊണ്ട് എല്ലാം മലയാളീസിന് തന്നെ കിട്ടണമെന്നില്ല. കിട്ടണമെന്നില്ല. മലയാളീസിന് കിട്ടില്ല, മലയാളീസിന് കിട്ടാറില്ല. ഞാൻ അത്രോ നാളൊക്കെ ഒരു 5-6 വർഷമൊക്കെ നിന്നിട്ടും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 മാസം മുമ്പെന്നാണ് ആദ്യമായിട്ട് ഒരു മലയാളി എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അത് ഞാൻ ചിലപ്പോൾ എനിക്ക് ചില ടാസ്കുകൾ ഞാൻ ഫൈവറിൽ തപ്പാറുണ്ട്, ആ ചെറിയ ടാസ്കുകളൊക്കെ. പക്ഷെ നമ്മൾ അറിയൂല. ലൈക്ക് ഞാനിപ്പോ കൂടുതലും എനിക്കൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ലാംഗ്വേജ് വെച്ച് ഫിൽട്ടർ ചെയ്യാൻ പറ്റും അതിനകത്ത്. അതെ അതെ അതെ, അതിൽ ഫിൽട്രേഷൻസ് കുറെ ഉണ്ട്, കുറെ അധികം ഫിൽട്രേഷൻസ് ഉണ്ട്. ലാംഗ്വേജ് ഫിൽട്ടർ ചെയ്തിട്ടാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല. അതെ. നമ്മൾ അതായത് ഇപ്പൊ ഞാനിപ്പോ അസംബ്ര എനിക്ക് മെസ്സേജ് അയച്ചാലും ഞാൻ വന്നിട്ട് കയറി പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഏത് കൺട്രിയാന്ന് നോക്കിയാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അയക്കുന്ന ആൾ ഇതാന്ന്. അല്ലെങ്കിൽ ഇപ്പൊ അസംബ്ര എന്നോടും അങ്ങോട്ടും ഞങ്ങൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മൾ പിന്നെ സ്ഥലമൊന്നും അങ്ങനെ അന്വേഷിക്കില്ല. പിന്നെ ഞാൻ കൂടുതൽ സ്ഥലം അറിഞ്ഞിട്ടുള്ള എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരായിട്ട് ഞാൻ മീറ്റിംഗ്സ് ഞാൻ ഗൂഗിൾ മീറ്റിലാണ്. അപ്പൊ ഞാൻ കുറച്ച് സംസാരിച്ചിട്ട് ഗൂഗിൾ മീറ്റിൽ ലിങ്ക് ഇട്ട് കൊടുക്കും. ഇവര് ഗൂഗിൾ മീറ്റിൽ വന്ന് കയറിയിട്ട് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് നമ്മൾ കാണുമ്പോഴായിരിക്കും ഓക്കെ ഇവര് പുറത്ത് കറക്റ്റ് ഉള്ളവരാണെന്നുള്ള അപ്പോഴും ഇത് കിട്ടുന്നത്. അല്ലെങ്കിൽ എനിക്കറിയില്ല ഇവർ എവിടെ നിന്നെങ്കിലും അയക്കും, ഞാൻ അത് ചോദിക്കാറൊന്നുമില്ല. കാരണം അത് ചോദിക്കേണ്ട ആവശ്യമില്ല, ഇവർ വർക്ക് ആയിരിക്കും സംസാരിക്കുന്നത്. പിന്നെയാണ് ഇവർ നമ്മളോട് ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ന കൺട്രി എന്നാണ് അങ്ങനെ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്, അതായത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോഴേ നമ്മൾ സത്യം ശ്രദ്ധിക്കുള്ളൂ. ഫൈവർ നമ്മൾ ക്രാക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഓക്കെ ഫൈവർ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്വർക്ക് ഉണ്ട്, അതുപോലെ ഫ്രീലാൻസർ ഉണ്ട്, അതുപോലെ കുറേ അധികം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു സാധനം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു പ്ലാറ്റ്ഫോം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏറെക്കുറെ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള നമുക്ക് ക്രാക്ക് ചെയ്യാം. ഇപ്പം തന്നെ ഞാൻ പണ്ട് ചിന്തിച്ച മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ലിമിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ഫൈവർ മാത്രം മതി. പക്ഷെ എനിയിപ്പോൾ ആലോചിക്കാൻ നേരത്ത് ഇതെല്ലാം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസാണ്. ഫൈവർ ആയാലും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീലാൻസറും .com പൈസ കൊടുക്കണ്ട, അപ്പോർക്കും ഒന്നും ചെയ്യണ്ട. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇതിലൊക്കെ ഞാൻ ആദ്യമേ ട്രൈ ഔട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തില്ല. ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ പറഞ്ഞ എക്സ്പ്ലോർ ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം എല്ലാത്തിനും വേറെ അൽഗോരിതമാണ്, വെറുതെ മെനക്കെടണ്ടെന്നുള്ളൊരു ലേസി മൈൻഡ് സെറ്റ് കാരണം വിട്ട് കളഞ്ഞു. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ ഓക്കെ ഇനിയൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. കുറേ അധികം പ്ലാറ്റ്ഫോംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ അസംബ്രോന്റെ കേസിൽ എത്രത്തോളം പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഫ്രീലാൻസേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, എല്ലാ ഡീലും നമുക്ക് ക്ലോസ് ആവണമെന്നില്ല. അതെ അതെ അതെ. അപ്പോൾ അവരുമായിട്ടൊരു ബന്ധം നമ്മൾ കീപ്പ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അത് ക്ലോസ് ആവാത്തെന്നുള്ള ഫീഡ്ബാക്കും കൂടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബന്ധം കുറച്ചും കൂടെ നിലനിൽക്കാൻ ചെയ്യും. പിന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ വരുമ്പോൾ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെ, പിന്നെ നമുക്കും ഒരു ഈ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും, എന്താ നമ്മുടെ മിസ്റ്റേക്ക് എന്താ. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മുടെ മിസ്റ്റേക്ക് ആണെങ്കിലും ചിലപ്പോൾ ചില സമയത്ത് അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും. ചിലപ്പോൾ അവർക്ക് ആ ടൈമിൽ നമ്മളായിരിക്കില്ല വേണ്ടത്. പക്ഷെ ഈ പറഞ്ഞല്ലോ ഫ്യൂച്ചറിൽ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്താൽ ഫ്യൂച്ചറിൽ നമ്മളെ തന്നെ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് തന്നെ ആയിരിക്കും ലൈക്ക് അവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. അങ്ങനെ ഒരു ശരി, അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കാരണം എല്ലാവരും ഒരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ കട്ട് ചെയ്യും. പിന്നെ ആളെന്തോ നമുക്കിനി ആളെ വേണ്ട, പക്ഷെ പറഞ്ഞാൽ കീപ്പ് ചെയ്യണം. റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതാണ് അധികം ആൾക്കാർ പറയാത്ത കേട്ടോ. അതായത് റിജക്ഷൻ വരുമ്പോൾ ആൾക്കാർ ഫീഡ്ബാക്ക് എടുത്തിട്ട് ആ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നമ്മളൊരു ടൈം പ്രയോറിറ്റി ചെയ്ത് തന്നെ പോകുക എന്നുള്ളതാണ്. അതാണ് ലൈക്ക് ബേൺ ഔട്ട്സ് എന്നൊരു സാധനമുണ്ട്. ഫ്രീലാൻസിങ് ചെയ്യുന്ന ഏറെക്കുറെ പേരും പെട്ടെന്ന് മടുത്തു പോകുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം വർക്ക്സ് വരാൻ സമയത്ത് ബേൺ ഔട്ടോ. നമ്മളൊരു ടൈം ലിമിറ്റ് ചെയ്ത് നമുക്കൊരു 9 to 5 ജോബ് കാണുന്നുണ്ടെങ്കിൽ 9 to 5 ഇതിനായിട്ട് തന്നെ ഇരിക്കുക, വർക്കിനായിട്ട് ഇരിക്കുക. പേഴ്സണൽ ആയിട്ട് മാറുക, ആ ബേൺ ഔട്ടിനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ചെറിയ ചെറിയ ടാസ്കുകൾ. അതെ, ഫ്രീലാൻസിങ്ങിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 9 to 5 ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടാസ്ക് വരികയാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ വെറുതെ പോയിട്ട് പുറത്തുള്ള ഒരാൾക്ക് ആ ടാസ്ക് കൊടുത്ത് ചെയ്യാൻ അത് കമ്പനി പോളിസിക്ക് എതിരാ, അങ്ങനെ ചെയ്യാനേ പാടില്ല. എന്നാൽ ഫ്രീലാൻസിങ്ങിന്റെ കേസ് വരാൻ നേരത്ത് ഇപ്പോൾ ഒരു എഡിറ്റിംഗ് വർക്കോ അല്ലെങ്കിൽ നോർമൽ എന്തെങ്കിലും ഒരു വർക്ക് വന്നാൽ നമ്മളതിന് നിർബന്ധമില്ല. അപ്പുറത്തുള്ള ക്ലയന്റിന് സാധനം ഔട്ട് കിട്ടിയാൽ ആ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ ഒരു ദിവസം 2-3 വർക്ക് ചെയ്തിട്ട് നമ്മളുടെ ടൈം കഴിഞ്ഞു, നമുക്കിത് എന്ത് ചെയ്യാം, ഔട്ട്സോഴ്സ് ചെയ്യാം. പിന്നെ ഏറ്റവും കൂടുതൽ ഫ്രീലാൻസേഴ്സ് ചെയ്യുന്ന ഒരു ഇതുണ്ട്, കമ്മ്യൂണിക്കേഷൻ. ഒരു പ്രോപ്പർ അപ്ഡേറ്റ് കൊടുക്കാതിരിക്കുക. നമ്മൾ ഒരു പ്രൊജക്റ്റൊക്കെ ഓൺബോർഡ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് കൊടുക്കാതിരുന്ന ഒരുപാട് ക്ലയൻറ്റ്സ് അങ്ങനെ
അതായത് ഫേസ് ചെയ്യുന്നുണ്ട് ചലഞ്ച്. അത് ഞാനും കൊടുക്കുന്ന കുറച്ചധികം ഫ്രീലാൻസറിന്റെ അടുത്ത് ഓക്കെ, എനിക്കും പ്രശ്നങ്ങൾ കുറെ വന്നിട്ടുണ്ട്. അതൊരു കമ്മ്യൂണിക്കേഷൻ. നമുക്ക് അത് പറ്റുന്ന വർക്കുകൾ മാത്രം ഓൺബോർഡ് ചെയ്യുക, അല്ല നമ്മൾ ക്ലാരിറ്റി കൊടുക്കുക. അതെ, ഇത്ര ടൈം കൊണ്ടേ ഇത് ഫിനിഷ് ആവുള്ളൂ. അതൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതെ, കുറച്ചധികം വർക്ക്സ് വരുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഓവർവെൽംഡ് ആയിട്ട് എല്ലാം നമുക്ക് കൂടി അത് എടുത്ത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർന്നില്ല, പ്രൊജക്ട് റണ്ണിങ് ആണ്. അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഒരു അപ്ഡേറ്റ് സത്യസന്ധമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഇല്ല അവിടെ. അത് മനസ്സിലാവും. നമ്മളൊരു അപ്ഡേറ്റും കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ പറ്റിക്കുന്ന പോലെ ആയിരിക്കും ഫീൽ ആക്കുന്നത്. മെയിനായിട്ട് കസ്റ്റമേഴ്സിന് ഒരു ഗോസ്റ്റിംഗ് പോലെ അല്ലേ, കസ്റ്റമേഴ്സിന് വന്നു കഴിഞ്ഞ് പിന്നെ റിപ്ലൈ ഇല്ലാതെ പല ക്ലയൻസും ഫ്രീലാൻസേഴ്സിന് വർക്ക് കൊടുക്കാൻ പേടിക്കുന്ന റീസൺ മെയിൻ ഇതാണ്, റീസൺ അതാണ്, അപ്ഡേഷൻസ് അപ്ഡേഷൻസ് ഇല്ലാത്തത്. ഇല്ലാത്തത്. അവർ നമ്മൾ ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാൻ അത് നടപടിയില്ലാത്ത കാര്യങ്ങൾ. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു എന്താ, നമ്മുടെ ഒരു കംഫർട്ട് സോൺ ആണെന്ന് പറയാൻ പറ്റും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കറക്റ്റായിട്ട് ചെയ്യണം. അതിനകത്ത് വേറെ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങുന്നതാണ്, അതെ, ഫ്രീ ആയിട്ട് ചെയ്യുന്ന വർക്കുകളെന്നല്ല. ഫ്രീ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് തന്നെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മൾ ആദ്യമായിട്ട് വർക്ക് നിങ്ങൾ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ക്ലയൻസ് ആയിട്ട് കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യുക, അപ്ഡേഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുക. എടുക്കാൻ പറ്റാത്ത വർക്ക് ആണെങ്കിൽ അവരോട് ആദ്യമേ കാര്യം പറയുക. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളൊരു വർക്ക് എടുത്തില്ല, ലൈക്ക് അവർ വർക്ക് വന്നു, നിങ്ങൾക്ക് അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് പിന്നെ കിട്ടാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഒന്നുമില്ല. അതെ, പിന്നീട് അവർ തരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഓണസ്റ്റി ആയിട്ട് ഒരു റിപ്ലൈ കൊടുത്തു. അതേസമയം നമ്മളൊരു വർക്ക് എടുത്തിട്ട് പറഞ്ഞാൽ ഫിനിഷ് ചെയ്യാതെ അപ്ഡേഷൻ ഒന്നും കൊടുക്കാതെ ഗോസ്റ്റൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോർ എവർ നമുക്ക് ആ ഒരു ക്ലയൻറ്റ് ലൂസ് ആവും. അങ്ങനത്തെ കാര്യം ചെയ്യാതിരിക്കുക. ചിലപ്പോൾ ആ ഒരു ക്ലയൻറ്റ് മാത്രമായിരിക്കില്ല ലോസ് ആവുന്നത്, അതിന്ന് കിട്ടേണ്ട റെഫറൽസ്. ചിലപ്പോൾ നമ്മൾ വേറെ ക്ലയൻറ്റിനെ ഓൺബോർഡ് ചെയ്യിക്കും, ചിലപ്പോൾ ആ ക്ലയൻറ്റിൻ്റെ ഫ്രണ്ട് ആയിരിക്കാം ഈ ക്ലയൻറ്റ്, ചിലപ്പോൾ ഒരു IT ക്ലയൻറ്റ് ആയിരിക്കാം. കാര്യം എന്തായാലും അവരുടെ റീസൺ അത് മതി. കൂടുതലും ചില ക്ലയൻസ് ആയിട്ട് അവരായിട്ട് തന്നെ ഇങ്ങോട്ട് റെഫറൻസ് കൊണ്ടുവരും. ക്ലയൻസ് ഒക്കെ ഒരു നെറ്റ്വർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആയിരിക്കും. അതെ, എന്തെങ്കിലും ഒരു റെഫറലിൽ ഇത് പോകണമെന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ റീസൺ മതിയാവും. നമ്മൾ സംസാരിച്ച് ഇതില് ഈ പറഞ്ഞ പോലെ എങ്ങനെ വർക്ക്സ് കിട്ടും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായില്ലേ, അതിൽ ഇതും കൂടിയും ആഡ് ചെയ്യണമായിരുന്നു. കാരണം നമുക്ക് ഓൾറെഡി ഒരു ക്ലയന്റ് ആയിട്ട് വർക്ക് ചെയ്തു, അവരിപ്പോൾ 2-3 മാസം നല്ല രീതിയിൽ പോകണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് റെഫറൽ ചോദിക്കാം. അതെ, ഉറപ്പായിട്ടും ചോദിക്കാം. കാരണം ആൾക്കാർ വിചാരിക്കും അതെന്തോ കുറച്ചിലും പോലെ ആൾക്കാർ കാണും. ആ സാധനം ചിലവര് ഇങ്ങോട്ട് റെഫറൽ വരും, തന്നില്ലെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് ചോദിക്കാം. എന്തെങ്കിലും നല്ല ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഇതേ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങൾ ഒന്ന് റെഫർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വർക്ക്സ് കിട്ടും. അത് ക്ലോസ് ചെയ്യാൻ ഒരു പാടുണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അതാണ് ആ ഒരു ട്രസ്റ്റിന്റെ ഒക്കെ ഗുണം. അവർ ഓൾറെഡി നല്ല രീതിയിൽ നമുക്ക് രണ്ട് വാക്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ അത് നല്ലൊരു ടിപ്പാണ്, നോട്ട് ചെയ്യുക. ഇതേപോലത്തെ കുറേയധികം കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ കോഴ്സ് തന്നെ ബിൽഡ് ചെയ്തേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കണ ഒരു നോർമൽ ലൈക്ക് ഫൈവറിന്റെ ക്ലാസ് ആയാലും ഇപ്പോൾ മാസ്റ്റർ ക്ലാസ് നമ്മൾ കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് സെല് ചെയ്യാൻ നേരത്ത് ആൾക്കാർ ചിന്തിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ടൂൾസ് പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്ട്രാറ്റജീസ് മാത്രമായിട്ടും പഠിപ്പിക്കുന്നത്. പക്ഷെ ഇത് ഈ ക്ലയൻസ് ആയിട്ടുള്ള സൈക്കോളജി ഉണ്ട്. ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് റിലേഷൻഷിപ്പ് എങ്ങനെ കീപ്പ് ചെയ്യണം, പറഞ്ഞ പോലെ ലോങ് ടേം അവരെ എങ്ങനെ ഹോൾഡ് ചെയ്യണം, പറഞ്ഞ പോലെ പിന്നെ കറക്റ്റ് സമയത്ത് എങ്ങനെ സ്കെയിൽ ചെയ്യണം. അതെ, ഇതെല്ലാം ചേർത്തിട്ടാണ് ഗ്രൂപ്പ് ഫൈവറിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ച് പോകാനുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഫ്രീ വേർഷൻ അവൈലബിൾ ആണ് യൂട്യൂബിൽ തന്നെ. അതിൻ്റെ ഒപ്പം തന്നെ പെയ്ഡ് വേർഷനിലാണ് നമ്മളുള്ളത്. അതായത് കോഴ്സായിട്ട് സെല് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട്, ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വരുന്നത് നമ്മുടെ കോഴ്സിലാണ്. പക്ഷെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് മുടക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫൈവറിന് ചിലപ്പോൾ ഫ്രീ വേർഷൻ കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സെയിൽസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും. ഫ്രീ വേർഷൻ കണ്ട് കുറച്ച് ഏർണിങ്സ് ഉണ്ടാക്കുക, അതിന്ന് അഡ്വാൻസിലേക്ക് പോവുക. കാരണം എന്തായാലും ഒരാൾക്ക് ഇതിന് ഓർഡേഴ്സ് കിട്ടും. അത് കൺഫേം ആയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ് അല്ലെങ്കിൽ ആ ട്യൂട്ടോറിയൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടും. ആ ഓർഡേഴ്സ് 1-2 ഓർഡേഴ്സ് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ഇനി സ്കെയിൽ ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റ് വരാൻ നേരത്ത് മാത്രം എന്ത് ചെയ്യുക, കോഴ്സിലേക്ക് മാറാം. പിന്നെ ചിലവർക്കെന്ന് വെച്ചാൽ ഓൾറെഡി ലൈക്ക് സെൽഫ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റ്ലി കോഴ്സ് പർച്ചേസ് ചെയ്യാം. കാരണം അത്രയും വാല്യൂസ് ആഡ് ചെയ്തിട്ടാണ് കോഴ്സ് ബിൽഡ് ചെയ്തേക്കുന്നത്. ആ കോഴ്സിൻ്റെ പ്രൈസ് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ചീപ്പാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും പ്രൊഡക്ഷൻ ലെവലും എല്ലാം കൂടി നോക്കുമ്പോൾ ഭയങ്കര ചീപ്പായിട്ടാണ് നമ്മളത് റിലീസ് ചെയ്യുന്നത്. അതിൽ അത്രയും വാല്യൂ ഉണ്ട്. ഈ പറഞ്ഞ പോലെ
ഇത്രയും ഇയേഴ്സ് നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മുടെ പ്രൊഡക്ഷൻ സാധനങ്ങളും എല്ലാം ചേർത്തിട്ടാണ് കോഴ്സ് ബിൽഡ് ചെയ്തേക്കുന്നത്. സോ വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ് കോഴ്സ് പോകുന്നതും. അതേപോലെ തന്നെ നിങ്ങൾ ഫ്രീ വേർഷൻ കണ്ടാൽ നിങ്ങൾക്ക് ഓർഡേഴ്സും കിട്ടും. അതെ. പിന്നെ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ടും ഉണ്ടാവും. നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കറക്റ്റ് ചോദിച്ചാൽ അതിലൊരു സപ്പോർട്ടായി കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലാതെ ഈ പറഞ്ഞ വെറുതെ റെക്കോർഡ് ക്ലാസ് മാത്രമാകുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ട്സ് വരും. ഇത് ചെയ്ത് വരുമ്പോൾ എന്തായാലും കുറേ ഡൗട്ട്സ് സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ മാത്രമായിരിക്കും അതുണ്ടാവുന്നത്. യെസ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറേയധികം വരുന്നവരായാലും കുറേയധികം ചിലപ്പോൾ 5 year എക്സ്പീരിയൻസ് ഉള്ളവരും വരും. അതെ, കുറേയധികം പേര് നമ്മുടെ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും, കുറേയധികം ലെവൽസ് ഉള്ളവർ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമുക്ക് ഇനി സപ്പോർട്ട് കിട്ടും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ മാത്രമല്ല, നിങ്ങൾക്ക് വരുന്ന ആൾക്കാരും കുറേയധികം നോളേജ് ഉള്ളവരായിരിക്കും. കാരണം കമ്മ്യൂണിറ്റി എന്ന് പറയാൻ നേരത്ത് സത്യം പറഞ്ഞാൽ എന്താ കുറേയധികം ഗ്യാദർ ആൾക്കാർ ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നെറ്റ്വർക്ക്സ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. അങ്ങനെ പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിറ്റി ലൈക്ക് ഒരു വലിയ രീതിയിൽ നിങ്ങൾക്കൊരു പുതിയൊരു ഓപ്പണിംഗ് ആയിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കമ്മ്യൂണിറ്റീസ്. നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കേസുണ്ട്. നമ്മൾ ഇന്റർനാഷണൽ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ടൈമിങ് അതായത് ഇപ്പോൾ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നമുക്ക് ഇവിടെ പകലാണെങ്കിൽ അവിടെ രാത്രി ആയിരിക്കാം. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അവര് വർക്ക് അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ടാവും. അതെ, അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ കുറച്ചധികം ഇഷ്യൂസ് വരും. കാരണം ഈ നല്ല മീറ്റിംഗ്സും കാര്യങ്ങളും അവിടെ ഇരിക്കാൻ പറയണ സമയം നമ്മൾ ഏർലി മോർണിംഗ്സ് ഒക്കെ ഇരിക്കും. അതെ, നമ്മളിപ്പം 4 മണി ചിലപ്പോൾ 3:30 4 ആ സമയത്തൊക്കെ ഇരുന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ട അവസ്ഥകളൊക്കെ വരും. അങ്ങനെ വന്നിട്ടുണ്ട്. സോ അതൊക്കെ ചിലപ്പോൾ ഒരു ചെറിയ ലൈക്ക് നിങ്ങൾ നോട്ടീസ് ലൈക്ക് ചെറുതായിട്ടൊന്ന് നോക്കേണ്ട കേസാണ്. പക്ഷെ എന്താ പറയുക, അത് എല്ലാ കേസസിലും അങ്ങനെ വരില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കീപ്പ് ഇൻ. നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണോ ക്ലയന്റ് ഓൺബോർഡ് ചെയ്യുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ടൈമിങ്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിരിക്കും. ഇല്ലെങ്കിൽ കുറേ അധികം ഇഷ്യൂസ് വരും. അത് നോട്ട് ചെയ്യേണ്ട കേസാണ്. ലൈക്ക് നിങ്ങൾ എടുക്കുന്ന വർക്ക് ഏത് കൺട്രിയിൽ നിന്നാണ്, അതിൻ്റെ ടൈം നോക്കിയിട്ട് അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അതെ, കറക്റ്റായിട്ടും അവർ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുക എന്നുള്ളതാണ്. ഡിസിപ്ലിൻഡ് ആയിട്ട് പോവുക. എല്ലാം കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കുക. അതാണ് മെയിൻ. കമ്മ്യൂണിക്കേഷൻ ക്ലൈന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയാൽ തന്നെ ഈ ഒരു ഇഷ്യൂസ്. വർക്ക് ഓവർലോഡ് ആകുമ്പോൾ പയ്യെ ടാസ്കുകൾ ഡെലിഗേറ്റ് ചെയ്ത് തുടങ്ങുക, ടീമിനെ ബിൽഡ് ചെയ്യുക, അതിനെ ബിസിനസ്സായിട്ട് ഗ്രോ ചെയ്യുക. സോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു ബിഗിനർ നോക്കുകയാണെങ്കിൽ ആൾക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഫ്രീലാൻസിങ് കരിയർ ഉണ്ടാക്കാം. അതുപോലെ നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ ഇതുപോലെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാം. ലൈക്ക് ലൈവ് അസിസ്റ്റൻസ് ഒക്കെ കിട്ടും. അത് ലിങ്ക്സ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇതേപോലത്തെ റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സോ ചെക്ക് ഔട്ട് ദ കമ്മ്യൂണിറ്റി. അതെ. സോ ബൈ.